ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അബുദാബിയുടെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആണ്. പുറത്തുനിന്ന് കണ്ടിട്ട് ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു മോസ്കാണിത്. കാരണം ഞാനിവിടെ അബുദാബി വന്നപ്പോൾ തൊട്ട് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഇതിനകത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടാണ് പോയത്. ചേച്ചിയൊക്കെ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ വേണ്ടി പോയതാണ്. ഇവിടെ എല്ലാവരും രാത്രിയിലാണ് കേട്ടോ, അതുകൊണ്ട് ഇവരെല്ലാം ഉറക്കം തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇവരുണ്ടല്ലോ അലൈനി വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു എല്ലാവർക്കും ഇവിടെ ഒന്ന് കയറണമെന്ന്. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഞങ്ങൾ കൂടെ വന്ന് ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കയറുമായിരുന്നു. ഇവിടെ പുറത്ത് തന്നെ നിന്ന് നോക്കി എന്ത് ഭംഗിയാണെന്നറിയാവോ. നമ്മളുണ്ടല്ലോ എവിടോട്ട് അബുദാബിയിൽ നിന്ന് നമ്മളാണെങ്കിൽ അലയിലോട്ട് വരുമ്പോഴാണേലും എങ്ങോട്ട് പോയാലും നമ്മളാണേലും ഈ മോസ്ക് ഇങ്ങനെ പുറമേ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും കേട്ടോ, ഒരു വട്ടമെങ്കിലും നമ്മൾ അവിടെ ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കും. ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റും കേട്ടോ, എല്ലാവർക്കും വരാം. അതുപോലെ തന്നെ ലേഡീസ് വരുമ്പോൾ പ്രത്യേകിച്ച് കൈയും ഒക്കെ മറവ് ചെയ്ത്, അതുപോലെ തന്നെ തലയാണേലും നമുക്ക് ഷോളിട്ടൊക്കെ മൂടിയൊക്കെ അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അവിടെ. അല്ലെങ്കിൽ നമുക്ക് പർദ്ദ യൂസ് ചെയ്യണമെങ്കിൽ പർദ്ദയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ മോസ്ക്, പുറമേ ഉള്ള മോസ്കിൻ്റെ ഇതാണ്. നമുക്ക് ഒത്തിരി വീഡിയോസൊന്നും അതിനകത്ത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പറ്റുന്നത് നമുക്ക് അലൗഡായിട്ടുള്ളിടത്ത് മാത്രമേ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ അവിടുത്തെ ആ ഒരു മൊത്തം ഒരു അറേഞ്ച്മെൻറ്റും അതിനകത്ത് കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഉണ്ടല്ലോ, നല്ല രസം കേട്ടോ. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഡിസൈനുകളും കാര്യങ്ങളും ആ ഷോപ്പുകളും എല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ ഇത് കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. കുറേ ഇത് കണ്ടില്ലേ, ചോക്ലേറ്റിൻ്റെ ഇതും പിള്ളേർ കിഡ്സിൻ്റെ ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോർട്ടുണ്ട്. പിന്നെ നോക്കിയാൽ നമ്മുടെ ദിയമോൾ ഇവിടെ പിണങ്ങി നിൽക്കുന്നുണ്ടോ, എന്തിനോ കുസ്തി പിടിച്ച് പിണങ്ങി നിൽക്കുക. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവനെയാണ് നമുക്ക് പാസ് കൊടുത്ത് അകത്ത് കയറേണ്ടത്. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടുണ്ടല്ലോ UAE വരുവാണെങ്കിൽ ഇവിടെ വന്ന് ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമുക്കതൊരു നഷ്ടം കേട്ടോ, നമ്മളിവിടെ കണ്ടിട്ട് പോയില്ലെങ്കിൽ നമുക്കതൊരു നഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും എല്ലാം നല്ല അടിപൊളി സ്പേസാണ് ഇവിടെ. നമുക്ക് കുറച്ച് അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അലൗഡായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട്, നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. അല്ലാത്തടത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. ഇത് കണ്ടില്ലേ, എല്ലാം എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഓരോ കാര്യങ്ങളും അവിടുത്തേത്. നമ്മളാണെങ്കിൽ കണ്ട് തന്നെ പോകും. നമുക്കാണെങ്കിൽ ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് എൻജോയ് ചെയ്ത്, അതായത് ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, നമുക്കിങ്ങനെ പഴയ ടൈപ്പിലെ കാര്യങ്ങളും ഈ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നല്ലതാണ്. നന്നായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഉണ്ടല്ലോ ഓരോ പില്ലർ വരെയും നമ്മൾ നല്ല ഭംഗിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാം നമ്മൾ മാർബിളിലൊക്കെയാണ് തോന്നുന്നു, അതല്ലേ ഇത്രയും ഭംഗിയായിട്ട് കാണുന്ന ഈ ലൈറ്റിങ് എല്ലാം കൂടെ വരുമ്പോൾ എന്തായാലും നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയാണ് ഇനി എൻട്രി പാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്ത് ചെല്ലുന്നത്. അകത്ത് ഇനിയും നമ്മൾ ചെല്ലുന്നിടത്തുണ്ടല്ലോ നമുക്കാണെങ്കിൽ ഓരോ ഫോട്ടോസ്, അതായത് ഇവിടെ വിസിറ്റ് ചെയ്ത ഓരോരുത്തരുടെയും ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തർ വിസിറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോസും പിന്നെ പഴയ മോസ്കിൻ്റെ ഓരോ പാർട്ടിൻ്റെ ഇതും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കതേ മതി, നമ്മൾ പോകുമ്പോൾ നമ്മളാണെങ്കിൽ എല്ലാം നമ്മൾ നോക്കി നമ്മൾ പോയാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഒത്തിരി ഇവിടെ കാണാനുണ്ട്. പിന്നെ പോകുമ്പോൾ നമ്മളുണ്ടല്ലോ ഫാമിലികളുമായിട്ട് ഒക്കെ പോകുക കേട്ടോ. നമുക്കാരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ അപ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ നമുക്കാണെങ്കിൽ നല്ലതാണല്ലോ, നമുക്കൊന്ന് സംസാരിച്ച് പോകാനും. നമുക്കറിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്കറിയാമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഫാമിലിയുമായിട്ട് പോകുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ ആ ഒരു വർക്കൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി, എല്ലാം വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. നമുക്ക് കാണാൻ തോന്നും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വൈകിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി നമുക്ക് പെട്ടെന്ന് എല്ലാം കണ്ടിറങ്ങണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വേഗം പോകുന്നത്. ഇങ്ങോട്ട് നോക്കി അകത്തോട്ട് പോകുന്നതോറും എന്ത് ഭംഗിയാന്ന് നോക്കി. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എക്സലേറ്റർ പോലെ അവിടെ ഉണ്ട്, നമ്മൾ എയർപോർട്ടിലൊക്കെ പോലെ തന്നെ നമ്മൾ നേരെയുള്ള ഇതില്ലേ, അപ്പോൾ നമ്മളത് നിന്നാലും മതി. നമുക്ക് സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമ്മൾ സ്പീഡിൽ നടന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് സമയമൊക്കെ ഉള്ളവർക്ക് നമുക്ക് എല്ലാം കണ്ട് പോകാൻ പറ്റും. പിന്നെ ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടുണ്ടല്ലോ, പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഓരോരുത്തരും മാറി അവരെ അങ്ങോട്ട് കൈമാറും ചെയ്ത് അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവർ എല്ലാവരും കുഞ്ഞി പിള്ളേരല്ലേ, ദിയമോളാണേലും സിയമോളാണേലും അതുപോലെ തന്നെ നമ്മുടെ ലൂക്കാപ്പി ആണേലും എല്ലാവരും കുഞ്ഞി പിള്ളേർ. കണ്ടില്ലേ ദിയ അതിൻ്റെ ഇടയ്ക്ക് ഓടിയത്, ദിയ അതിൻ്റെ ഇടയ്ക്ക് എന്തോ വഴക്കൊപ്പിക്കുവാണ്. ഓട്ടമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരെയും ഫോട്ടോസുണ്ട്, ഓരോരുത്തരും വിസിറ്റ് ചെയ്തതിൻ്റെ എല്ലാ ഫോട്ടോസും ഉണ്ട് കേട്ടോ.
അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു പ്രത്യേക സന്തോഷമല്ലേ. നമ്മളുടെ ഇന്ത്യയിലുള്ളവരും അങ്ങനെ എല്ലാ ഫോട്ടോസും എല്ലാ രാജ്യക്കാരെയും അവർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ഫോട്ടോയിലും എനിക്ക് തോന്നുന്നു നമുക്കാണ് ജീവൻ തുടിക്കുന്ന ഫോട്ടോ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരെ ഓരോ പ്രീഷ്യസ് ആയിട്ടുള്ള ഫോട്ടോസല്ലേ, ആ ഒരു രാജ്യത്തിൻ്റെ ഓരോ പ്രീഷ്യസ് ആയിട്ടുള്ള ഫോട്ടോസല്ലേ അവർ ഒട്ടിച്ചേക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് പ്രത്യേക ഒരു സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ മോസ്കിൻ്റെ അകത്തേക്ക് എത്തുകയാണ്. അകത്ത് ഇത് കണ്ടോ, മോസ്ക് നിങ്ങൾക്ക് ശരിക്കും ഇപ്പോഴല്ലേ കാണാൻ പറ്റുന്നത്. ഇതാണ് ഫുള്ളായിട്ടുള്ള മോസ്ക്. ഞാൻ പറഞ്ഞില്ലേ, അകത്തെ നമുക്ക് എല്ലാ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റുകയില്ല, പെർമിഷൻസ് നമുക്കില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്ന ഫോട്ടോസുകൾ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതിൻ്റെ പുറത്തുവശത്ത് നമുക്കാണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്കൊന്ന് കാണാൻ വേണ്ടിയുള്ള. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. അവിടെയൊക്കെ നമുക്ക് എടുക്കാം വീഡിയോ കേട്ടോ. അല്ലാണ്ട് നമുക്ക് അകത്തെ എല്ലാ സ്പേസിലും നമുക്ക് വീഡിയോസോ ഫോട്ടോസോ അവർ നമുക്ക് അലോ ചെയ്യും. നമ്മളോട് പറയും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെയുള്ള സ്പേസിൽ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കുള്ളൂ. അതുപോലെ നിങ്ങൾ കണ്ടോ, അവിടെ ആ രണ്ട് സൈഡിലും വെള്ളമൊക്കെ കണ്ടോ. അതൊക്കെ ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാൻ തോന്നും. അതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മളാണെങ്കിലും കുറച്ച് നേരം അവിടെ നിന്നിട്ടൊക്കെയാണ് പോയത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് അന്നത്തേക്ക് ലൂക്കൊക്കെ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളത്തിൻ്റെ ആ ഒരിതും അതൊരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. അത് നമുക്കവിടെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പകൽ പോയി കാണുന്നതിൽ ഒന്നുകൂടെ നല്ലത് രാത്രി കാണുന്നത് തന്നെയാണ് കേട്ടോ. രാത്രിയിലാകുമ്പോൾ ആ ലൈറ്റിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ഒത്തിരി വൈകാൻ നിൽക്കാതെ ഒരു ഞങ്ങളാണെങ്കിൽ കുറച്ച് വൈകി പോയി. 10 മണിക്ക് മുമ്പേ, അതായത് 8 മണിയോ 7 മണിയോ ഒക്കെ ആ സമയത്ത് പോയാലും ഒന്നുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ മോസ്കിനുള്ളിൽ ഒരുപാട് തൂണുകളുണ്ട് വൈറ്റ് കളറ്. അതെല്ലാം മാർബിളും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മോസ്കിനുണ്ടല്ലോ മൊത്തം വൈറ്റ് കളറല്ലേ, അതായത് പ്യുവർ വൈറ്റ്. അതാണെങ്കിൽ വിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഈ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ മോസ്ക് നിർമ്മിച്ചിരിക്കുന്ന ഭരണാധികാരിയെയും അടക്കം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോസ്കിന് ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഈ മോസ്കിനുള്ളിലുണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പം ഒരു ഗോപുരം പോലെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതിന് കുറേ നമ്മളുടെ ഈ ചിത്രപ്പണികളൊക്കെ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് നമ്മളുടെ പ്യുവർ വൈറ്റിൽ നമ്മുടെ മോസ്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇത് കാണാനൊരു പ്രത്യേക ലൈറ്റിങ്ങിൻ്റെ ഇതുകൊണ്ട് ഒരു പ്രത്യേക ഒരു എഫക്റ്റ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് തൂണുകളുണ്ടെന്ന്. ആ തൂണുകളിൽ കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം കണ്ടില്ലേ, 1000ഓളം തൂണുകളുണ്ട് ഇതിനകത്ത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്യുവർ വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരിയും അടക്കം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് തന്നെയാണ്. ഞാൻ വെച്ചല്ലോ, നമുക്ക് പരിമിതികളുണ്ട്, ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റാതെ. ഇവിടെയൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ഇപ്പോൾ നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ല ഗോപുരം പോലുള്ളതും അതുപോലെ തന്നെ ആ തൂണുകളും അതുപോലെ തന്നെ അതിൻ്റെ ആ വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കളറും അങ്ങനെ എല്ലാം തന്നെ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫാമിലിയുമായിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഇനി ഒരു വീഡിയോ വരുന്നിടം വരെ ബായ്.